ഞാൻ മാഗിൻ്റെ ഉള്ളിൽ എന്താ നിങ്ങൾ കഴിക്കണത്? നൂഡിൽസ് ആണോ? അല്ലേ, നിങ്ങൾ കഴിക്കുന്ന നൂഡിൽസ് ആണ്, പക്ഷെ അവർ വെക്കുന്ന നൂഡിൽസ് അല്ല. അവിടെ നിൽക്കുന്ന 2 മിനിറ്റ്സിൻ്റെ ഈസിനെസ് ആണ്, 2 മിനിറ്റിൻ്റെ ഈസിനെസ് ആണ്. കാരണം അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം സീരിയലുണ്ട് അല്ലെങ്കിൽ സിനിമയുണ്ട്. അവരുടെ റഷിനെ, അവരുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് 2 മിനിറ്റ്സിൻ്റെ ഈസിനെസ് ആണ് ശരിക്കും പറഞ്ഞാൽ മാഗി എന്നുള്ള ബ്രാൻഡ് വെക്കുന്നത്. ദാറ്റ്സ് നമ്പർ 1. ഹാവൽസിൻ്റെ വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഹാവൽസ് വയർ പണ്ടത്തെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. നാടോടി സ്ത്രീ അവിടെ നിന്ന് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അവ പെട്ടെന്ന് കൈകൊള്ളി. അപ്പോൾ കുട്ടി നോക്കുന്ന സമയത്ത്, കുട്ടി ചെറിയ കുട്ടിയാണ്, അപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ കൈകൊള്ളുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബിൽഡിംഗ് ഒക്കെ ഉള്ളതിൻ്റെ താഴത്ത് ഒരു വയറുണ്ട്. ആ വയർ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഹൂക്ക് പോലെ ആക്കിയിട്ട് അമ്മക്ക് കൊടുത്തു. തീ പിടിക്കാത്ത വയർ. എന്താണ് തീ പിടിക്കാത്ത വയർ? അപ്പൊ എവ്രിതിങ് ഈസ് എൻ ഇമോഷൻ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ നമ്മളുടെ ഐഫോൺ വെക്കുന്നത് എന്താണ്? മൊബൈലാണോ? നെവർ. ഐഫോൺ വെക്കുന്നത് ലക്ഷറി ആൻഡ് ഇന്നോവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന മൊബൈലിന്റെ 70% നമ്മൾ ഉപയോഗിക്കുന്നില്ല. ശരിക്കും 30% മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. 70% എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്നത് ലക്ഷറി ഇന്നോവേഷൻസ് ആണ്. 2002 സ്റ്റീവ് ജോബ്സ് ഫുൾ ആൾക്കാരെയും വിളിച്ചിട്ടാണ് അവരുടെ ലോഞ്ചിങ് ഐപാഡ്, ഐമാക്, ഐപെൻസിൽ, വട്ടെവർ ഇറ്റ് മേ ബി, ഐഫോൺ. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു ക്രൗഡിനെ വിളിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ സ്റ്റീവ് ജോബ്സും അദ്ദേഹത്തിന്റെ R&D ടീമും വന്നിട്ട് 2002 അദ്ദേഹം പറഞ്ഞൊരു സംഗതി ഉണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐപോഡാണ്. പാട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും. 2 GB ആണ് അതിന്റെ മെമ്മറി കപ്പാസിറ്റി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ പാട്ട് കേൾക്കാം 2 GB ഉണ്ട് എന്നല്ല, അദ്ദേഹം തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു സ്മോൾ പോക്കറ്റിൽ കീശയിൽ കൈയിട്ടിട്ട് പറഞ്ഞു 1000 പാട്ടുകൾ പോക്കറ്റിൽ, 1000 സോങ്സ് ഇൻ മൈ പോക്കറ്റ്. ഈ ഒരു സാധനം പറയുന്നതോട് കൂടിയിട്ട് ആൾക്കാർ അമ്പരന്നു. എന്നിട്ടാണ് ആ സ്ലൈറ്റ്ലി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്ത് 2 GB ഐപോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോറിക്ക് പവർ ഉണ്ട്, ഇമോഷൻസിന് പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് വാല്യൂ, ബ്രാൻഡ് പെർസെപ്ഷൻ, ബ്രാൻഡ് അസോസിയേഷൻ, ബ്രാൻഡ് ലോയലിറ്റി, ബ്രാൻഡ് അംബാസിഡർ, ബ്രാൻഡ് പേഴ്സണാലിറ്റി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഓർ മഞ്ജു വാര്യർ ഓർ നൗ ദി ആസിഫ് അലി, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ടൊവിനോ, then Mahima Nambia, whoever it may be, they're imposing, അല്ലെ, സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് എന്നാ പറയുക. ഏത് കമ്പനിക്കും സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് വേണം. എന്താ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലറായ ഒരു വ്യക്തി ഒരു ബ്രാൻഡിനെ പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചോളൂ എന്ന് എൻഡോഴ്സ് ചെയ്യുന്നതിന് എന്ത് പറയും? സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയുക. എന്നാൽ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് കൊണ്ട് മാത്രം കമ്പനി വളരില്ല. ആ എൻഡോഴ്സ്മെന്റ് ചെയ്ത ആ വ്യക്തി പറഞ്ഞ് വന്ന കസ്റ്റമറെ നമ്മൾ കൊടുക്കുന്ന സർവീസ് നല്ലല്ലെങ്കിൽ എന്താവും? എൻഡോഴ്സ്മെന്റ് പ്രോപ്പറായിട്ട് നമുക്ക് പൈസയാക്കി മാറ്റാനും സാധിക്കില്ല. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട 4 ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ട്. ക്ലിയർ? ഏത് ബ്രെയിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന വലതുഭാഗത്ത്, ഇദ്ദേഹത്തിന് എത്ര തലച്ചോറുണ്ട്? എത്രയുണ്ട്?